കായംകുളം നഗരസഭാ പ്രദേശത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്നത് മലിനജലം. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല. നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ദുർഗന്ധം നിറഞ്ഞ മലിനജലം പൈപ്പ് വഴി ലഭിക്കുന്നത്. കായംകുളത്ത് ദേശീയപാത 66-ന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വാർഡുകളിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലൂടെ മലിനജലം ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഇതാണ് സ്ഥിതി. നിരവധി തവണ ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയുടെ കായംകുളത്തെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല. നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൈപ്പ് വെള്ളമാണ് ചെങ്കല്ല് നിറത്തിലും ദുർഗന്ധം വമിക്കുന്ന രീതിയിലും ലഭിക്കുന്നത്. പ്രദേശത്തുള്ളവർ നിലവിൽ കുപ്പിവെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. വാട്ടർ അതോറിറ്റി അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ AP ഷാജഹാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ ഏക വെള്ളമെന്ന് പറയുന്നത് ഈ പൈപ്പ് വെള്ളമാണ്. കാരണം ഈ ഊരുള്ള മേഖലയായതുകൊണ്ട്, പ്രത്യേകിച്ച് തീരദേശ മേഖലയായതുകൊണ്ട് ഇവരെല്ലാം ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളത്തെയാണ്. ഒരു ഒറ്റ വീട്ടിൽ പോലും ഒരു പക്ഷേ കിണറുകളില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇവരുടെ കുടിവെള്ളം എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചില സമയങ്ങളിൽ വരുന്നത് വളരെ ബാഡ് സ്മെല്ലാണ്. കൈകൊണ്ട് തൊടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സ്മെല്ലോട് കൂടിയ വെള്ളമാണ്. ഇത് എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വാട്ടർ അതോറിറ്റി ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. പലതവണ AIടുത്തും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലും ഇപ്പം ഞങ്ങൾ നഗരസഭയിലും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രിയെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി അദ്ദേഹം ഇടപെടുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കുറേ ദിവസങ്ങളായി ഈ പാവപ്പെട്ട ജനങ്ങൾ കുപ്പിവെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കുടിക്കാൻ വേണ്ടി അവർ പുറത്തു പോയി ആയിരക്കണക്കിന് രൂപ കൊടുത്താണ് കുപ്പിവെള്ളം വാങ്ങിച്ച് ഈ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരു ഉപയോഗത്തിനും പറ്റാത്ത രീതിയിൽ മഞ്ഞ കളറിൽ, ചിലപ്പോൾ ചുവന്ന കളറ്, ചെങ്കല്ല് കളറ്, ഈ രീതിയിലാണ് ഇത് വരുന്നത്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ തീരദേശ മേഖലയിലെ ഹൈവേക്ക് പടിഞ്ഞാറുള്ള വാർഡുകളിലെ മുഴുവൻ സഹോദരിമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമരവുമായിട്ട് പോകും. നടപടി ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും AP ഷാജഹാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.